ഹായ്, ഇന്നത്തെ വിഷയം ഇവനാണ്. അപ്പം നേരെ വീഡിയോയിൽ കടന്നാലോ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതാണ് ബോക്സ്. അപ്പോൾ ഇതിൽ ഒന്ന് തുറക്കട്ടു, ഒരു കൈമണി മൊബൈൽ, മറ്റേ കൈമണി ബോക്സ് പണിയാണ്. കായ്സ് എനിക്കറിയാലോ എൻ്റെ അവസ്ഥ. അപ്പോൾ ഇതാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഇൻസ്ട്രക്ഷനാണ്. ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഗൈഡ് ലൈനാണ്. അതിന് ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ CD ഡ്രൈവ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഡ്രൈവ് ഇൻസ്റ്റാളേഷൻ നടത്താം. അതാണ് ഈ ഇൻസ്ട്രക്ഷൻ മെയിനായിട്ടുള്ളത്. പറഞ്ഞില്ല, അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി വരുന്നത് നമുക്ക് CD ഇപ്പോൾ അധികം ആൾക്കാർക്ക് ആവശ്യമുണ്ട്. CD ഒക്കെ മാറി USB മാറി, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. CD ഡ്രൈവ് ഉള്ളവർ CD വെച്ച് ഇട്ടിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മുടെ സെക്കൻഡ്. ഇതാണ് നമ്മുടെ സെക്കൻഡ്. 90 ഡിഗ്രി ആംഗിളിൽ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതാണ് ഒരു സ്റ്റിക്കും ഒരു USB പോർട്ടും അഥവാ ഒരു വൈഫൈ റിസീവർ. അതിൻ്റെ ഒരു ആൻറ്റിന വന്നു എന്ന് മാത്രമേ ഇതിൻ്റെ വ്യത്യാസമുള്ളൂ. മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡാപ്റ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെയാണുള്ളത്. അപ്പോൾ ഇത് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. 180 ഡിഗ്രി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താനാണ്. ഈ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ കാരണം നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു വൈഫൈ അഡാപ്റ്റർ ആയിരിക്കും. പക്ഷേ ഇത് വാങ്ങുന്നതിന് പകരം ഇത് വാങ്ങിയാൽ പോരെ? ഇതല്ലേ ബെറ്റർ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് USB പോർട്ട് മാത്രമായിരിക്കും. ഇതിനെന്ന് വെച്ചാൽ റേഞ്ച് വളരെ കുറവായിരിക്കും. ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ തൊട്ടടുത്താണ് മോഡമെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. അഥവാ നമ്മുടെ മോഡം കുറച്ചും കൂടി ദൂരെയാണ്, അതിപ്പോൾ ഒരു ഏകദേശം ഒരു 2, 3, 4 റൂമിൻ്റെ അങ്ങ് ദൂരത്താണ് വെക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മളടുത്ത് ചിലപ്പോൾ മോഡം വന്നെന്ന് വരില്ല. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ ഇതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈഫൈ റിസീവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിരിക്കണം. ഈ USB അഡാപ്റ്ററിൻ്റെ അപ്പുറം ഒരു ആൻറ്റിനയും കൂടി കണക്ട് ചെയ്തതാണ് ഈ സാധനം. TP ലിങ്കിൻ്റെ ഏതാണ് മോഡൽ എന്ന് വെച്ചാൽ AC600 എന്ന് പറയും. ആർച്ചർ T2U+ എന്ന് പറയുന്ന മോഡൽ വരുന്നത്. ഇതൊരു ഡ്യുവൽ ബാൻഡ് അഥവാ ഹൈഗൈൻ വയർലെസ് ഡ്യുവൽ ബാൻഡ് USB ആണ്. USB അഡാപ്റ്ററാണ്. കാരണം ഇതിൻ്റെ അപ്പുറം USB-ൻ്റെ അപ്പുറം ഒരു ആൻറ്റിനയും കൂടി വന്നിട്ട് ഇതിൻ്റെ റേഞ്ച് നമ്മൾ കൂട്ടുന്ന ഒരു പരിപാടിയാണ്. കാരണം ഡ്യുവൽ ബാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ 2 രീതിയിലാണ് പറയുക. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ബാൻഡ് ഉണ്ട്. ഒരു ബാൻഡ് എന്ന് വെച്ചാൽ 2.4 GHz-ൻ്റെയും അതേപോലെ രണ്ടാമത്തെ ബാൻഡ് എന്ന് വെച്ചാൽ 5 GHz-ൻ്റെതുമാണ്. അപ്പോൾ ഇത് രണ്ടും ഉള്ള ഒരു USB അഡാപ്റ്ററാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു സങ്കര ഇനം സാധനമാണ് ഇത്. 0.5 GHz എന്ന് വെച്ചാൽ എന്തോ ഉദ്ദേശിക്കുന്നത്, ആ ബാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് കൂടുതലായിരിക്കും, പക്ഷേ നെറ്റ്വർക്ക് സ്ലോ ആയിരിക്കും. അതേപോലെ മറ്റേ ബാൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സെക്കൻഡ് ബാൻഡ് എന്ന് വെച്ചാൽ 5 GHz-ൻ്റെ ബാൻഡ് എന്ന് വെച്ചാൽ അത് ഫാസ്റ്റ് ആയിരിക്കും, നെറ്റ് നല്ല ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ റേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നെറ്റ് നല്ല സ്പീഡായിരിക്കും, അതേപോലെ റേഞ്ചും വളരെ കൂടുതലായിരിക്കും. അതാണ് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ഈ സാധനത്തിൽ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ ഇതിന് ഒരു ആൻറ്റിന വെച്ച് കൊടുത്തു എന്ന് മാത്രം. ഈ സാധനത്തിന് ഒരു ആൻറ്റിന വെച്ച് കൊടുത്തു. ആ ആൻറ്റിന എന്തിനാന്ന് വെച്ചാൽ ഈ റേഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മോഡം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇപ്പം ഒരു റൂമും കഴിഞ്ഞ് അടുത്ത റൂമും കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൻ്റെ അറ്റത്താണ് ഈ മോഡം വരുന്നത്. അപ്പോൾ അവിടുത്തെ ആ റേഞ്ച് അതേപോലെ കിട്ടണമെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ഇതാണ് വെച്ചാൽ ഇത് അഡ്ജസ്റ്റബിളും കൂടിയാണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏകദേശം 150 ഡിഗ്രി വരെ നമുക്ക് ഇത് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. കമ്പാരിസന്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ സാധാ USB അഡാപ്റ്ററും ഈ ആർച്ചറിന്റെ അഥവാ TP ലിങ്കിന്റെ ആർച്ചർ T2U+ എന്ന് പറയുന്ന ഈ മോഡലിന്റെ കമ്പാരിസൺ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇപ്പം കാണിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ വൈഫൈന്റെ സ്പീഡ് എങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വരാം. ബിന്നിന്റെ സഹായത്തോടെ ഞാനത് ബിന്നിന് ഉണ്ടായിരുന്ന പ്രോബ്ലം ഞാൻ അതിലേക്ക് കൂടിയാണ് സോൾവ് ചെയ്തത്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കും. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് വരും, എന്നിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
ഇതിൽ Calm your mind with chakra-based meditation music. Saregama Karva. ഇനി മേലാൽ വരരുത്. നീ റിപ്പയർ ചെയ്താൽ മതി. ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കണ്ട. മനസ്സിലായി? പോയില്ലോ. ഹായ് ഗായ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ സജഷനും കമൻറ്റും എനിക്ക് വേണം. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്, എന്റെ അച്ഛൻ പോലും. എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. അല്പം സീരിയസാ. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ റേഞ്ച് വളരെ കൂടുതലായിരിക്കും, അതേപോലെ ഫാസ്റ്റും ആയിരിക്കും. അതേപോലെ ഇതിൻ്റെ എന്ന് വെച്ചാൽ റേഞ്ച് വളരെ കുറവായിരിക്കും, അതേപോലെ ഫാസ്റ്റും കിട്ടില്ല. കാരണം നിങ്ങളുടെ മോഡ കൂടുതൽ ദൂരത്താണ്, ഇത് ഒരിക്കലും യൂസ്ഫുൾ അല്ല. നിങ്ങൾ ഇതാണ് വേണ്ടത്. ഇതിനൊരു 300 റുപ്യ കൊടുത്തിട്ട് വാങ്ങുന്നതിന് പകരം ഇതിനൊരു ഏകദേശം ഒരു 1200 റുപ്യക്കോളം ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ എനിക്കുണ്ടായ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തത് ഇത് വെച്ചിട്ടാണ്. പിന്നെ അതേപോലെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണാം 5 dBi എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 5 dBi എന്ന് പറയുന്നത് 500 ഫീറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. 500 ഫീറ്റ് വരെ നമുക്ക് ഇതിൻ്റെ റേഞ്ച് കിട്ടും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതാണ് 5 dBi എന്ന് പറയുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും അതേപോലെ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതും എല്ലാം എവറിത്തിങ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നല്ല സ്പീഡ്, അവിടെ എന്താണ് സ്പീഡ്, ആ സ്പീഡ് തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനൊരു സാധനം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക്, ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഏകദേശം ഇതിൻ്റെ മുകളിൽ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 2199 റുപ്യാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് എന്തായാലും ഇത് വളരെ മോശമാണ്. ഇത് തന്നെ വാങ്ങുക, നിങ്ങൾക്ക് നല്ലതായിരിക്കും, വളരെ യൂസ്ഫുൾ ആണ്.